എപ്പിസോഡിന് എനർജി ഒക്കെ വേണ്ടേ, ഞാൻ മാത്രം സംസാരിച്ചാൽ ശരിയാവത്തില്ല. അപ്പൊ നമുക്ക് രമേശ് ചേട്ടനെയും കൂടെ വേദിയിലേക്ക് വിളിക്കാം. രമേശ് പിഷാരടി. ഹലോ ചേട്ടാ. ഹലോ, നമസ്കാരം. ഒരുപാട് പുതിയ ആളുകൾ വന്ന് മാറ്റിവെക്കുന്ന ഒരു വേദിയായി ഫണ്ടും ബേബി ഫണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തിറങ്ങുമ്പോഴും വഴി കൂടെ പോകുമ്പോഴൊക്കെ ആൾക്കാർ ചോദിക്കേണ്ട ഇതിൽ വരാൻ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളിപ്പം വട്ടം കൂടിയിരുന്ന് തമാശ പറയുന്നതിനൊക്കെ ഒരു അടുക്കും ചിട്ടയും വന്നു. തമാശ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതിൽ ഒരുപാട് നല്ല പുതിയ പതിവുകൾ നിങ്ങളുടെ മുന്നിൽ ചിരിയുമായിട്ട് എത്തുന്നു. ഇന്നും അതുപോലെ രണ്ടുപേരും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതിനു മുമ്പായിട്ട് എനിക്ക് ഒരാളെ കൂടെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിന്റെ സെക്ഷനിലോട്ട് നമുക്ക് വിളിക്കാനുണ്ട്. അദ്ദേഹം വേദികളിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്. പിന്നീട് അദ്ദേഹം ടെലിവിഷനിൽ വന്നു, പിന്നീട് സിനിമകളിൽ വന്നു. സിനിമയിൽ തന്നെ ഒരുപാട് ഭാഷകളിലെ സിനിമകളിൽ അഭിനയിച്ചു, സിനിമ ഡയറക്റ്റ് ചെയ്തു. ഇന്ന് മലയാളിയുടെ സിനിമാ പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു വെഴ്സറ്റൈൽ ആക്ടർ, ഹൃദയപൂർവ്വം പ്രിയപ്പെട്ട സുഹൃത്ത്, സഹപ്രവർത്തകൻ, സ്വാഗതം ചെയ്യുന്നു കലാഭവൻ ഷാജോൺ. സ്വാഗതം. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ സ്റ്റാൻഡപ്പ് കോമഡി ഈ ഷോ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു നമ്മളെ മലയാളികൾ ഇത് പരിചയപ്പെട്ടിട്ട് വളരെ കുറച്ചായിട്ടുള്ളൂ എന്ന് തോന്നുന്നു. കുറച്ചൊരു കോവിഡ് ആനന്തരം തന്നെ പറയാം മലയാളികൾക്ക് പരിചയപ്പെട്ടിട്ട്. അതെ, അതിനു മുൻപ് വൺമാൻ ഷോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന നസീർക്കയാണ്. അതിന് നസീർഖാനെ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളാണ്. അതിനുശേഷമാണ് പിഷു വരുന്നത്. പിഷു ആണ് പിന്നെ എനിക്ക് തോന്നുന്നത് മിമിക്രിയിൽ നിന്ന് അതൊരു സ്റ്റാൻഡപ്പ് കോമഡിയിലേക്ക് കൊണ്ടുപോകുന്നത്. സ്റ്റാൻഡപ്പ് മിമിക്രിയിൽ മിമിക്രി തന്നെ വേണമായിരുന്നു. കാരണം ഈ ശബ്ദ അനുകരണങ്ങൾ നിർബന്ധമായിരുന്നു. ഞാൻ അനുകരണത്തിന്റെ ഇടയിൽ വർത്താനം കയറ്റി അതിനകത്ത് അനുകരണം മാറ്റി ആകെ 4 ശബ്ദം അറിയാമായിരുന്നുള്ളൂ. അപ്പൊ അരമണി നസീർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് 10-50 ശബ്ദം അറിയാം. നിങ്ങൾക്കും അറിയായിരുന്നു. നിങ്ങളൊക്കെ വന്തിക്കടപ്പുറത്ത് 10 നടന്മാര് പാടുന്നു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് 4-5 ശബ്ദം അറിയാവുള്ളൂ. അപ്പൊ അതിന്റെ ഇടയിൽ കിടന്ന് വർത്താനം പറഞ്ഞ് പിന്നെ ശബ്ദം കുറച്ച് വർത്താനം കയറി അങ്ങനെ ആ വഴിയിൽ എത്തിപ്പെട്ടതാ, വഴിതെറ്റി വന്നതാ. അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പിഷാരടി ഇപ്പൊ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണുടച്ച് പറയാൻ പറ്റുന്ന ഒരുപാട് പേരൊക്കെ നമ്മൾ വിളിക്കുമ്പോഴും കണ്ണുടച്ച് പറയാൻ പറ്റുന്ന ഒരാളാണ് പിഷാരടി. പിഷു ആരിൽ നിന്നാണ് ഇങ്ങനെ ഒരു കാര്യം, ഇതൊരു സെയിലബിൾ ആണ്, അല്ലെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് കിട്ടുന്നത്? അത് നമ്മള് കുറച്ച് കഴിഞ്ഞപ്പോ നമ്മളെ ചില ഫംഗ്ഷനുകൾക്ക് വിളിക്കാൻ തുടങ്ങി. ഫംഗ്ഷനുകൾക്ക് വിളിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ നമ്മൾ പ്രസംഗിക്കേണ്ടി വന്നു. പക്ഷെ ഗൗരവമുള്ള പ്രസംഗങ്ങൾ നമ്മൾ പ്രസംഗിച്ചു കഴിയുമ്പോൾ അവിടെ വേറെ ആളുകൾ ഉണ്ടാവും എപ്പോഴും പ്രസംഗിക്കാൻ. അപ്പം ഈ പ്രസംഗത്തിൽ നർമ്മം കയറ്റി അതിനിടയിൽ ചെറുതായിട്ട് ഇത് തിരിഞ്ഞ് അങ്ങനെ ഒരു, ചുരുക്കി പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞ മുടി നരച്ച പോലെയാ. ഒരു ദിവസം നമ്മുടെ എല്ലാ മുടി നരച്ചിട്ടുണ്ടാകും, പക്ഷെ ഏത് മുടി ആദ്യം നരച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ഇത് പരിണമിച്ച് സ്റ്റാൻഡപ്പ് കോമഡിയിലോട്ട് വന്നതാണ്. തീർച്ചയായും ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പൊ വീണ്ടും നമ്മളിപ്പോ സൂര്യ ടിവിയിൽ ഇങ്ങനെ ഒരു ഷോ തുടങ്ങി, അതും മലയാള പ്രേക്ഷകർ ഏറ്റെടുത്തു. അപ്പൊ അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. മോളെ സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു. ഷാജോൻ ചേട്ടൻ പാട്ട് പാടുന്നതിൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റേജ് ഷോ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഏട്ടാ. അപ്പൊ അതില് കുറെ ആക്ടേഴ്സ് ഇരിക്കുന്നതില് ഷാജോൻ ചേട്ടൻ ഇരുന്ന് പാട്ട് പാടുന്ന കണ്ടപ്പോ എല്ലാവർക്കും എനിക്ക് ഒരു അതിശയം, ഇത്രയും നന്നായിട്ട് പാട്ട് പാടുക എന്നുള്ളത്. ഷാൻ ചേട്ടൻ സിനിമയിൽ പിന്നണി പാടിയിട്ടുണ്ട്. പരിചയക്കുറവുണ്ട്. അപ്പൊ പോകുന്നതിന് മുമ്പ് ഒരു 2 ലൈനെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് പാടിത്തരണം. ഇപ്പോഴോ? അല്ല, അത് നിങ്ങൾ തമ്മിൽ മരച്ചോട്ട് ഇരുന്ന് പാടിയാൽ പറ്റില്ല. എന്റെ പ്രേക്ഷകരും കാണണം, എന്റെ സൂര്യയിലെ പ്രേക്ഷകരും കാണണം. അപ്പൊ അത് കോപ്പിറൈറ്റ് അടിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? പഴയപോലെ പാടാൻ പറ്റില്ല, എന്ത് ചെയ്യും? കോപ്പിറൈറ്റ് അടിച്ചിട്ട് കേസ് പോയാൽ താൻ പൈസ തരുമോ? മോളുടെ ശമ്പളത്തിൽ നിന്ന് കുറയ്ക്കാവുന്ന പൈസ കൊണ്ടാണോ കോപ്പിറൈറ്റ് അടിക്കുന്നത്? ശമ്പളം വല്ലതും ഉണ്ടോ ഇതിന്? ശമ്പളം ഉണ്ട്. ശരിക്കും ഇത് കത്തിക്കുന്ന ഡീസലിന്റെ ചെലവ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് തരേണ്ടി വരും. ഞാൻ പിന്നെ പോട്ടെന്ന് വെച്ചിരിക്കുകയാണ്. പാട്ട് നമുക്ക് ഒരുമിച്ച് നമുക്ക് പിന്നെ പഠിക്കാം. ഞാനൊക്കെ ഇത്രയും നാൾ ഇവിടെ ഇന്നവരെ എന്നോടൊന്നും ഒരു പാട്ട് പാടും, നിങ്ങൾക്ക് എന്താ രമേശ് ചേട്ടാ ഒരു പാട്ട് പാടി തരുമോ എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. പാടത്തില്ല, എന്നാലും ചുമ്മാ ഇടയ്ക്കിടയ്ക്കില് വരത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് അതിന് എന്നും കാണാമല്ലോ ഇവിടെ വന്നാൽ. പിന്നെ ഒരു ദിവസം പാടിത്തരാം. ഞാൻ വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഹലോ അമൃത. ഹായ്. ഈ വീട്ടിലുള്ള ആൾക്കാരൊക്കെ എന്ത്? ഞാൻ കണ്ടില്ല, എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല. എന്തൊരു കഷ്ടം നോക്കി, വാതിലും തുറന്നിട്ട് കാശും സ്വർണ്ണമൊക്കെ പുറത്തു വെച്ച് കുറെ ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവിടെ ഇല്ലേ രണ്ടുപേരും? ഇല്ലെന്ന്, ഇവിടെ ആരും ഒരു ലോജിക് ഇല്ലാത്ത ഫാമിലിയാ. അയ്യോ, വരുന്നുണ്ട്. അതാ വരുന്നു.
എവിടെ പോയതാ? ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ചെക്കപ്പ് ഉണ്ടായിരുന്നു. ആ ഇത് എത്ര നേരം ഞാനിവിടെ ചെക്കപ്പിന് പോയതാണല്ലേ? ഡോക്ടർ എന്ത് പറഞ്ഞു? നോർമലാണോ സാറേ? എന്നെ കണ്ടിട്ട് നോർമലായിട്ട് തോന്നണല്ലേ? അല്ല സാറിന്റെ കാര്യമല്ല, ഞാൻ കൊച്ചിന്റെ കാര്യം വെച്ചത്. കൊച്ചു ഭയങ്കര പ്രശ്നം, ഒരു രക്ഷയില്ല, ചവിട്ട് തൊഴിയും വേണ്ട ബഹളം. അതല്ലേ? എങ്ങനെയാ ഡോക്ടറെ ഇപ്പൊ ഡെലിവറിയുടെ കാര്യമൊക്കെ സംസാരിച്ച് കാണുമല്ലോ, അപ്പൊ വല്ല ഡേറ്റ് എന്നാണ് എന്ന് വല്ലതും പറഞ്ഞാ? കൃത്യമായിട്ടൊരു ഡേറ്റ് അങ്ങനെ പറഞ്ഞില്ല, പക്ഷെ 10-ാം തീയതിക്ക് മുന്നേ ഒരു ദിവസം എന്ന് പറഞ്ഞു. 9-ാം തീയതി ഞാൻ ഉണ്ടാവില്ല. 9-ാം തീയതി ഞാൻ അംബാനിയായിട്ടൊരു മീറ്റിംഗ് ഉള്ളതല്ലേ. മേഡം 7-ാം തീയതി ആവരുതട്ടാ, എനിക്കൊരു പാലുകാച്ചിലുണ്ട്, ഞാൻ പോയാലേ പാലുകാച്ചിൽ നടക്കുള്ളൂ. അതെ, എല്ലാരോടും കൂടിയായിട്ടൊരു കാര്യം പറയാണ്. ഇതങ്ങനെ ഞാൻ വിചാരിച്ചാൽ നിങ്ങൾ പറയുന്ന ഡേറ്റിൽ അങ്ങനെ ഒപ്പിക്കാൻ പറ്റിയ ഒരു പരിപാടിയല്ല. ഇതൊക്കെ അതിന്റെ വഴിക്ക് നടക്കണ്ടേ? ദൈവം തീരുമാനിക്കും. ബേബി ഡോക്ടർ എന്താ പറഞ്ഞേ? സുഖപ്രസവമായിരിക്കോ? പിന്നെ ഡോക്ടർക്ക് നല്ല സുഖമല്ലേ, മാസത്തിലൊരു 4 പ്രസവം കിട്ടിയ പിന്നെ ഇത് പൊളിക്കോ? അതെ, ഈ സുഖപ്രസവവും സിസേറിയനും ഉണ്ടല്ലോ, ഇത് തമ്മിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ. സുഖപ്രസവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് മാത്രമേ വേദന ഉണ്ടാവുള്ളൂ. സിസേറിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും വേദന. ആ ഭാര്യയുടെ വയറും കീറും, ഭർത്താവിന്റെ നിക്കറും കീറും. അതാണ്. അതെ സാറേ, നല്ല ക്ഷീണം കൊണ്ടിട്ട് പോയി റെസ്റ്റ് എടുക്കണം. സാറിനല്ല റെസ്റ്റ് വേണ്ടത്, മാഡത്തിനാ റെസ്റ്റ് വേണ്ടത്. നല്ല ഹെൽത്തി ബേബി ഉണ്ടാവാനായിട്ട് നല്ല ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കണമെന്ന് പറഞ്ഞത്. അതെല്ലാം വാങ്ങിക്കൊണ്ടിട്ടുണ്ട്. ഇതെല്ലാം അറിഞ്ഞ് ഞാനും കഴിക്കും, വേണമെങ്കിൽ മാഡത്തിനും കൊടുക്കും. കഴിഞ്ഞെടുക്കട്ടെ. ആ മേഡം ചെല്ലു സാറേ. പോന്നില്ലേ? ആ പോണ്ട്. നല്ല നേഴ്സാണ്. വന്നപ്പോ 40 കിലോ ഉണ്ടായുള്ളൂ, ഇപ്പൊ 65. മൈ ജി ഫ്യൂച്ചർ ഫൺ ബേബി ഫണ്ണിലെ ആദ്യത്തെ പെർഫോമറിനെ വിളിക്കാം നമുക്ക്. ആദിദേവ്. അയ്യോ ഭയങ്കര ക്യൂട്ട്, അമൂൽ ബേബിനെ പോലെ ഇരിക്കുന്നില്ലേ? അങ്ങനെ പറയരുത്, പിന്നെ അവൻ ചക്കരക്കുട്ടനല്ലേ അവൻ. ആദിദേവേ, വീട് എവിടെയാ? വെണ്ണല, പാലച്ചൂട്. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? ഞാൻ 9-ാം ക്ലാസ്. 9-ാം ക്ലാസ്സില്? അപ്പൊ എത്ര നാളായി മോനെ ഈ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാൻ തുടങ്ങിയിട്ട്? അല്ല, ഈ ഇടയ്ക്ക് ചെയ്യണം. ഈ ഇടയ്ക്കോ? ഓ ശരി. ഞാൻ വരവിലൊക്കെ ഒരു പുതിയ ആളിന്റേതായിട്ടുള്ളൊരു ഭയങ്കര കോൺഫിഡൻസ് ഉള്ള. അതെ അതെ അതെ, വരവാണ്. ഇതിനു വേണ്ടി ആദ്യമായിട്ട് സ്റ്റാൻഡപ്പ് കോമഡി ഇപ്പോഴാണോ ചെയ്യുന്നത്? അതെ അതെ. ഫസ്റ്റ് ടൈം ചെയ്യണോ? First time. ഓ ശരി. അപ്പൊ നല്ലൊരു ഗൈഡ് എന്തായാലും കൊടുക്കണല്ലോ ആദ്യം. അടിപൊളി. എന്ത് കൂളായിട്ട് നിൽക്കുന്നു, ഒരു ടെൻഷനും ഇല്ല നിനക്ക്. മിടുക്കൻ മിടുക്കൻ. വീട്ടിൽ ആരൊക്കെ ഉണ്ടായതേ? വീട്ടിൽ അച്ഛൻ, അമ്മ, ചേട്ടൻ. ആദിദേവ് അടിച്ചു വിളിക്കാൻ പോവാണ്. അതെ, നമ്മൾ ഇനി ഇവനെ ചോദ്യം ചോദിച്ചു ഇവന്റെ ശരിയാ, പഠിച്ചുകൊണ്ടുള്ള confidence സാധനങ്ങൾ നമ്മൾ തെറ്റിക്കാൻ പാടില്ല. അതെ അതെ. അതുകൂട്ടാ ഓൾ ദ വെരി ബെസ്റ്റ്. ഹായ്, ഹലോ, ഞാൻ ആദിദേവ്. ഈ സ്ത്രീകൾക്കാണ് പുരുഷന്മാരെക്കാൾ സൗന്ദര്യം കൂടുതലെന്ന് വിശ്വസിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോഴാണ് കണ്ണാടി കണ്ടുപിടിച്ചതും പുരുഷന്മാർക്കാണ് സ്ത്രീകളെക്കാൾ സൗന്ദര്യം കൂടുതലെന്ന് എല്ലാവരും അംഗീകരിച്ചത്. അന്ന് തൊട്ട് സ്ത്രീകള് പുരുഷന്മാരെ മേക്കപ്പിലൂടെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. അവർക്കറിയത്തില്ലല്ലോ ഇത് ഒരിക്കലും അവസാനിക്കാത്ത ഓട്ടമാണെന്ന്. സബറോങ്കി സിന്ദഗി ജോ കബി നഹി കദം ഹോ ജാതി ഹെ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മൾ ആണുങ്ങള് പെണ്ണുങ്ങളെക്കാൾ എത്ര നിഷ്കളങ്കരാണ് എന്നതിനെ കുറിച്ചാണ്. നമ്മൾ ആണുങ്ങളാണ് പ്രണയത്തിന് തറയിട്ട് ചുമര് കെട്ടി വാർക്കുന്നത്, പക്ഷെ തേക്കുന്നതാ പെണ്ണുങ്ങള്. നമ്മളിപ്പോ ഒരു അമ്പലത്തിൽ പോയി, അവിടെ നമ്മൾ എവിടെ നോക്കിയാലും ഈ പെണ്ണുങ്ങളുടെ പേര് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഉദാഹരണത്തിന് അർച്ചന, പൂജ, ആരതി, പുഷ്പ പ്ലസ് അഞ്ജലി, പുഷ്പാഞ്ജലി. ഇനി നമ്മുടെ ആണുങ്ങളുടെ പേരിലാണെങ്കിലോ ഒരു സാധനം മാത്രം, അത് മണിയാ. അത് വരുന്നവരും പോകുന്നവരും വെറുതെ ഇങ്ങനെ ആട്ടിയിട്ട് പോകും. ഈ സ്ത്രീകൾക്ക് ചെസ് കളിക്കാൻ അറിയില്ല, കാരണം അവർക്ക് ബുദ്ധിയില്ല. പക്ഷേ ക്യാരംസ് കളിക്കാൻ അവരെ കഴിഞ്ഞിട്ടുള്ള വേറെ ആള്. കാരണം ഒരാളെ എപ്പോ ഒരു കുഴിയിലേക്ക് ഇറക്കണമെന്ന് അവർക്ക് നല്ല നിശ്ചയമായിരുന്നു. ഒരാള് മരിച്ച് എന്നിട്ട് അയാള് ദൈവത്തിനടുത്ത് പോയപ്പോ ദൈവം അയാളുടെ മെമ്മറി എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ടൊരു സാമ്പിളിന് വേണ്ടി അയാളത് ചോദിച്ച് തനിക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോന്ന്. അപ്പോ അയാളുടെ ഭാര്യയുടെ പേര് പറഞ്ഞു. അപ്പൊ ദൈവം പറയാ, സിസ്റ്റം മൊത്തം ഡിലീറ്റ് ആയിട്ടും വൈറസ് ഡിലീറ്റ് ആയില്ല അല്ലേ. ഈ വൈറസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണേ ഈ സ്ത്രീകൾ കല്യാണം കഴിച്ചതാണോന്നറിയാൻ സിന്ദൂരം, വള, താലിമാല ഇതൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇനി ഒരു പുരുഷൻ കല്യാണം കഴിച്ചതാണോന്നറിയാൻ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ മതി, അപ്പൊ നമുക്ക് മനസ്സിലാവും. നമ്മൾ ആണുങ്ങള് എന്തൊക്കെ വന്നാലും ഇഡ്ഡലി പോലെ വെളുക്കേ ചിരിക്കണം. എത്ര തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ദോശ പോലെ ക്ഷമ വേണം. 2 സൈഡിൽ നിന്ന് നല്ല ഇടി കിട്ടിയാലും പൊറോട്ടമാരി സഹനശേഷി വേണം. പുറകിൽ നിന്ന് നല്ല കുത്ത് കിട്ടിയാലും പുട്ടുമാരി നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കണം.
ഈ പെണ്ണുങ്ങൾ എന്ന് പറയണതേ കണക്ക് ടീച്ചർമാരെ പോലെയാ. കാരണം നമ്മൾ ഫ്രീ ആണെന്നറിഞ്ഞാ അപ്പൊ വന്നിട്ടൊരു പ്രോബ്ലം തന്നിട്ട് അങ്ങോട്ട് പോകും. ഈ ഭാര്യമാരുടെ ഇംഗ്ലീഷ് മീനിങ് അല്ലേ വൈഫ്. അപ്പോ അതിന്റെ ഫുൾ ഫോം ഞാൻ ഈ ഇടയ്ക്കാട്ടോ പഠിച്ചത്. എന്തായിരുന്നു? വിത്തൗട്ട് ഇൻഫർമേഷൻ ഫൈറ്റ് എവരി ടൈം. എന്റെ അച്ഛന്റെ മുതലാളിന്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഈ വിവാഹിതരായ പുരുഷന്മാരെ മാത്രം ജോലിക്ക് എടുക്കുന്നേന്ന് വെച്ച്. അപ്പൊ മുതലാളി പറയാ, അവർക്കാണെങ്കിൽ എന്തും സഹിക്കാനും ക്ഷമിക്കാനുള്ള മനസ്സുണ്ട്, പിന്നെ പെട്ടെന്ന് വീട്ടിൽ പോകാനുള്ള വെപ്രാളം ഉണ്ടാവില്ല. നമ്മുടെ ആണുങ്ങളുടെ കല്യാണം എന്നൊക്കെ പറയണതേ ഏകദേശം ഒരു KSRTC ബസ് പോലെയാ. കാരണം നമ്മൾ ഒരുപാട് കാത്തു നിന്ന് ഒരു ഓർഡിനറിയിൽ കയറി ടിക്കറ്റ് എടുത്ത ശേഷം തിരിഞ്ഞു നോക്കുമ്പോ അതേ റൂട്ടിൽ തന്നെ സൂപ്പർ ഫാസ്റ്റ്, വോൾവോ, ലക്ഷറി എല്ലാം വരുന്നത് കാണാം. ഈ ആണും കാളയും തമ്മിലുള്ള പോരാട്ടമാണ് ജല്ലിക്കെട്ട്. ആണും പെണ്ണും തമ്മിലുള്ള പോരാട്ടമാണ് താലികെട്ട്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ താലികെട്ടിന്റെ അത്ര അപകടം ഈ ജല്ലിക്കെട്ടിനില്ല കേട്ടോ. കാരണം ജല്ലിക്കെട്ട് എന്ന് പറയുമ്പോ എന്താ പരിപാടി? കാളയെ കെട്ടഴിച്ചു വിടുക. താലികെട്ട് എന്ന് പറയുമ്പോഴോ കാള കളിച്ച് നടക്കണവനെ കെട്ടിയിടുക. നമ്മുടെ മസ്തിഷ്കം പ്രവർത്തിക്കാത്ത 2 സാഹചര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ഒന്നാമത്തെ സാഹചര്യം പരീക്ഷാ സമയത്ത്, രണ്ടാമത്തെ സാഹചര്യം ഭാര്യയെ തെരഞ്ഞെടുക്കുന്ന സമയത്ത്. ഭർത്താവ്, കണവൻ, അദ്ദേഹം, ഇദ്ദേഹം, പിള്ളേരുടെ അച്ഛൻ, അങ്ങേരി, ഇങ്ങേരി, ഇക്ക, അച്ചായൻ, അണ്ണൻ, പുള്ളിക്കാരൻ, കാലമാടൻ, പണ്ടാരക്കാലൻ, ഏട്ടൻ. ഭർത്താക്കന്മാർക്ക് ഇത്രയും വെറൈറ്റി പേരിലൊരു നാട് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോ ഞാൻ പറഞ്ഞില്ലേ ഈ പെണ്ണുങ്ങളെ പറ്റി, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞാലും ഈ പെണ്ണുങ്ങളുടെ ജീവിതം ഭയങ്കര പേടി നിറഞ്ഞതാട്ടോ രമേശ് ഏട്ടാ. കാരണം അവർക്ക് ഒറ്റയ്ക്കൊരു സ്ഥലത്ത് പോകാൻ പേടി, ഒറ്റയ്ക്കൊരു സ്ഥലത്ത് നിൽക്കാൻ പേടി, ചെറുപ്പത്തിലാണെങ്കിലും മാതാപിതാക്കളെ പേടി, കുറച്ചും കൂടി വളർന്നു കഴിഞ്ഞാൽ ആങ്ങളമാരെ പേടി. പക്ഷെ ഈ പേടിയൊക്കെ കല്യാണം കഴിക്കുന്നതോടുകൂടി മാറട്ടോ. കാരണം ഈ പേടിച്ചതിന്റെ പ്രതികാരമെല്ലാം അവരവരുടെ ഭർത്താക്കന്മാരുടെ മേലിൽ അങ്ങോട്ട് തീർക്കും. ഈ ഇടിയും മിന്നലും വന്ന ഭാര്യയെ കെട്ടിപ്പിടിച്ചാ മതിയെന്നാണ് ശാസ്ത്രം പറഞ്ഞിരിക്കണത്. കാരണം ഒരിടിയുടെ മുകളിൽ വേറൊരിടി വന്ന് വീഴില്ലല്ലോ. ഇപ്പോ നമ്മള് ബസ്സിൽ ഇങ്ങനെ പോവാ, നമ്മുടെ അടുത്തൊരു പെണ്ണ് വന്നിരുന്ന് നമ്മൾ ആണുങ്ങൾ ആരെയും ദേഷ്യപ്പെടുവോ? ഇല്ല. വേണമെങ്കിൽ ഒരു പെണ്ണിനും കൂടി ഇരിക്കാനുള്ള സീറ്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ ഇതിനി നേരെ തിരിച്ചാണെങ്കിലോ അവിടെ പോലീസുകാരെ കൂമ്പ് കൃഷിക്കായിരിക്കും ഡിമാൻഡ്. ഇപ്പോ ഒരു പെണ്ണ് വന്നിട്ട് നമ്മുടെ അടുത്ത് ഇഷ്ടം പറഞ്ഞ് നമ്മൾ ആരെയും ദേഷ്യപ്പെടുവോ? ഇല്ല. ഇനി ഇത് നേരെ തിരിച്ചാണെങ്കിലോ അവിടെ പെണ്ണുങ്ങളുടെ ചെരുപ്പിനായിരിക്കും ഡിമാൻഡ്. ഇപ്പോ നമ്മള് ഒരു ട്രിപ്പ് ഇങ്ങനെ പോവാം, നമ്മുടെ അടുത്തൊരു പെണ്ണ് വന്നിട്ട് ലിഫ്റ്റ് ചോദിച്ച് നമ്മൾ ആരെയും ദേഷ്യപ്പെടുവോ? ഇല്ല. ഇനി ഇത് നേരെ തിരിച്ചാണെങ്കിലോ അവിടെ അച്ഛനും അമ്മയ്ക്കും പെങ്ങന്മാർക്കും ആയിരിക്കും ഡിമാൻഡ്. ഈ പെണ്ണുങ്ങളുടെ പ്രണയം എന്ന് പറയണതേ ബ്ലൂടൂത്ത് മാതിരിയാ. കാരണം നമ്മൾ എത്ര കണക്ട് ചെയ്യാൻ ശ്രമിച്ചാലും അത് സെർച്ചിങ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. പക്ഷെ ആണുങ്ങളുടെ പ്രണയം എന്ന് പറയണത് വൈഫൈ മാതിരിയാ. ഒരു ഒറ്റ വട്ടം സെർച്ച് ചെയ്താൽ മതി, അപ്പൊ തന്നെ കണക്ട് ആവും. ഈ ആണ് പെണ്ണിന് വേണ്ടി താജ്മഹൽ പണിഞ്ഞ്, പക്ഷെ ഈ പെണ്ണ് നമ്മൾ ആണുങ്ങൾക്ക് വേണ്ടി ഒരു കോഴിക്കോടയിലും പണിഞ്ഞിട്ടുണ്ടാ. ഈ കല്യാണത്തിന് മുമ്പ് ജാതകം നോക്കുന്നൊരു പരിപാടി ഉണ്ട്. എന്റെ ഒരു അഭിപ്രായത്തില് കല്യാണത്തിന് മുമ്പ് 2 കൂട്ടരുടെയും മൊബൈൽ ഫോൺ നോക്കുന്നതാ നല്ലത്. അപ്പൊ നമുക്ക് മനസ്സിലാവും ആർക്ക് ആരോടാണ് ചേർച്ച എന്ന്. ഈ പൊറോട്ടയും കല്യാണവും ഏകദേശം ഒരേ മാതിരിയാട്ടോ. കാരണം എല്ലാവരും പറയും അത് കഴിക്കരുത്, അത് പ്രശ്നമാണ്. എന്നാലും നമ്മൾ കഴിച്ചു. അതെന്താന്ന് ഇതുവരെയായിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഈ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ ശാന്തിയും സമാധാനവും ലഭിക്കണമെങ്കിൽ 3 മന്ത്രങ്ങള് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഏതൊക്കെയാന്നല്ലേ? ഒന്നാമത്തെ മന്ത്രം, നീ നല്ല സുന്ദരിയായിരിക്കുന്നല്ലോ. രണ്ടാമത്തെ മന്ത്രം, ക്ഷീണിക്കാതെ നോക്കണേ ചക്കരെ. മൂന്നാമത്തെ മന്ത്രം, ഇന്ന് കുറച്ച് വെളുത്തിരിക്കണു. ഈ 3 മന്ത്രങ്ങൾ എല്ലാ ദിവസവും 3 തവണ ജപിക്കുക. നല്ല കാര്യമായതുകൊണ്ട് നുണ പറയുന്നതിൽ ശാപം കിട്ടുകയില്ല എന്നല്ലേ. ഈ സ്കിറ്റ് ഞാൻ എല്ലാ പുരുഷന്മാർക്ക് വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. എക്സ്പീരിയൻസ് ഉണ്ടോ? നീ പിന്നെ എങ്ങനെയാണ് പെണ്ണുങ്ങൾ ഇത്രയും, നിനക്ക് എത്ര വയസ്സുണ്ട്? 13 വയസ്സുള്ളവന്റെ സംസാരമാണ് ഏട്ടാ നിങ്ങൾ കേട്ടത്. ഞാൻ അവിടെ നിന്നപ്പം ഒരു പഞ്ചപാവം പറ, എനിക്കിതിലൊന്നും പറയാനില്ല. പിഷു ചേട്ടാ പറ. നന്നായിരുന്നു മോനെ, സൂപ്പറായി കേട്ടാ. ഇവരുടെ ആ പ്രതിഷേധം കുറച്ചുകൂടെ ആസ്വദിക്കാൻ പറ്റുവാണെങ്കിൽ ആസ്വദിക്കാന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ്. വളരെ നല്ലതായിരുന്നു. ഇതാരാ നിനക്ക് സ്ക്രിപ്റ്റ് എഴുതി തരുന്ന ആള്?
നീ തന്നെയോ? നിന്നെയുണ്ടല്ലോ ഞാൻ അല്ല നമ്മൾ നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ ഈ സംഭവങ്ങൾ നമുക്ക് മനസ്സിലാവും. ഈ ചുറ്റുപാടും ഈ ഇതിനും മാത്രം അനുഭവക്കാണെന്നാ. അല്ല നമ്മളെ സ്നേഹിക്കുന്നതിന് പകരം അയൽവാസിയെ സ്നേഹിക്കണം എന്നല്ലേ പറഞ്ഞത്? എടാ മോനെ ഇവനെ സൂക്ഷിക്കണം. അല്ല ഇനി നീ സത്യം പറ, നിനക്ക് ഇതൊക്കെ ആരാ എഴുതി തന്ന ആരാ? ഞാൻ തന്നെ എഴുതിയേ. അപകടമില്ലാത്ത സത്യങ്ങൾ നുണ പറഞ്ഞാലും കുഴപ്പമില്ല, നീ തന്നെ സ്കിറ്റി പറഞ്ഞല്ലോ, അതുകൊണ്ട് അത് തള്ളിപ്പോ. എനിവേ വളരെ നന്നായിരുന്നു ആദ്യം. 2-3 കാര്യങ്ങളുള്ളത്. ഒന്ന്, എനിക്ക് ഈ ഹാർഡ് വർക്ക് എന്ന് പറയുമല്ലോ, ഇതിനു വേണ്ടി ആദിദേവ് എത്രയോ മണിക്കൂർ മാറ്റിവെച്ച് പഠിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പറയേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള ബോധ്യം. ഇത് ഒരു കഥ പറയുന്ന പോലെയല്ല, ഒരു വിഷയവും അടുത്ത വിഷയം തമ്മിൽ ബന്ധമില്ല. വേറെ ഒരേ മാറ്റർ ആണെങ്കിലും ബന്ധമില്ലാത്ത സബ്ജക്റ്റുകൾ പറയുന്നത് അത് വളരെ കൃത്യമായിട്ട് ഓർക്കാതെ 1 2 3 1 2 3 എന്നുള്ള കണക്കിന് കൃത്യമായിട്ട് പറഞ്ഞു. പിന്നെ നമ്മൾ ഈ എഴുതുമ്പോഴൊക്കെ അല്ലെങ്കിൽ പറഞ്ഞ ശേഷം കണക്കൂട്ടുമ്പോൾ പറയും ഒരു 2 വെടി പാഴ്വെടി ആയിപ്പോയി എന്ന് പറയും. എവിടെയും കൊള്ളാത്ത വിറ്റുകൾ ഉണ്ടാവും. നമ്മൾ 10 എണ്ണം പറയുന്നതിൽ ഒരു 7 എണ്ണം ഏറ്റു, 3 എണ്ണം ഏറ്റില്ല, 5 എണ്ണം ഏറ്റു, 5 എണ്ണം ഏറ്റില്ല എന്നൊക്കെ പറയും. ആദിദേവ് പറഞ്ഞ എല്ലാ വിറ്റും ഏറ്റു. ഒരാൾ പെർഫോം ചെയ്യുന്നതിനകത്ത് ഒരാൾ 10 വിറ്റ് പറഞ്ഞിട്ട് അതിനകത്തെ 10 വിറ്റ് മേൽക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് വലിയ ഒരു അച്ചീവ്മെന്റ് ആണ്. ഞാന് വലിയൊരു ഫ്യൂച്ചർ തനിക്ക് കാണുന്നു. ഓൾ ദ ബെസ്റ്റ് കേട്ടോ. രാജൻ ചേട്ടാ, ആദിദേവേ ആ മോനെ കലക്കി ചക്കരെ, അടിപൊളിയായിരുന്നു. ഇത് നമ്മൾ ചോദിച്ചപ്പോൾ മോൻ തന്നെയാണ് ഇത് സ്ക്രിപ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് സത്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ ഈ പറഞ്ഞ പോലെ സിദ്ദിഖ് ലാലിനെയൊക്കെ കടത്തി വെട്ടുന്ന ഒരു ഉഗ്രം റൈറ്ററും ഡയറക്ടറും ഒക്കെ ആവാനുള്ള എല്ലാ ഇതും കാണുന്നുണ്ട്. ഇനിയിപ്പം ഫിഷ് ഒക്കെ കുറച്ചൊരു ട്രെയിനിങ് കൂടെ ഒക്കെ കിട്ടി കഴിയുമ്പം കുറച്ചൊരു ബെറ്റർ ആയിട്ട് വരും. ഈ പ്രസന്റ് ചെയ്യുന്നതിനകത്തൊരു കാര്യമുണ്ടല്ലോ, അത് കുറച്ചുകൂടെ ഒരു ഈ പറഞ്ഞ അതിനകത്ത് കുറച്ചൊരു ആക്ടിങ്ങും കൂടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓരോ ക്യാരക്ടേഴ്സും നമ്മൾ ചെയ്യുമ്പോഴേ അവരുടെ ആ ഒരു ഡയലോഗ്സ് ഒക്കെ പറയുമ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ ഒരു ആക്ടിങ് കുറച്ചുകൂടെ ഒന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാണാൻ കുറച്ചുകൂടെ രസകരമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ 13 വയസ്സുള്ള ആദിദേവ് ഇതെല്ലാം കാണാതെ പഠിച്ച് ഇത്ര ഫ്ലുവൻ്റ് ആയിട്ട് പറയുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. ഇനിയും കൂടുതൽ ബെറ്റർ ആയിട്ട് ഒരു ഗംഭീര ഒരു നല്ലൊരു കലാകാരനാവാനുള്ള എല്ലാ ഇതും മോന്റെ കയ്യിലുണ്ട്. ഇത് എത്ര ദിവസം എടുത്തു ഇത് എഴുതി തീർക്കാൻ? അതൊരു ഒരാഴ്ച എടുത്തിട്ട് എഴുതിയതാ. എന്നിട്ട് ഇത് ബൈ ഹാർട്ട് ചെയ്യാൻ എത്ര ദിവസം എടുത്തു? അല്ല, ഞാൻ എഴുതുമ്പോ തന്നെ പഠിക്കും. നിനക്ക് സ്കൂളിൽ എത്ര മാർക്കുണ്ട്? ക്ലാസ്സിൽ ഫസ്റ്റ് ആണോ? വെരി ഗുഡ്. സെയിം ഏജ്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എന്നെയൊക്കെ പഠിപ്പിച്ചിരുന്ന ടീച്ചർ സാർ ഇരിക്കുന്ന പോലെ കൂളിംഗ് ക്ലാസ് വെച്ചോണ്ടായിരുന്നോണ്ടിരുന്നത്. അത്രയും ബ്രൈറ്റ് സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ. കാണാൻ പറ്റുന്നില്ല ടീച്ചർമാർക്ക് തന്നെ. ഞാൻ എങ്ങനെ ഓർക്കുമായിരുന്നു, ഇവൻ ഇത്രയും കാണാന്ന് പഠിച്ച് പറഞ്ഞില്ലേ, ഇവന്റെ ഒരു കാൽ ബുദ്ധി എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്നിപ്പോ എവിടെ നിന്നേനല്ലേ. അതിന്റെ കാലെന്നൊക്കെ പറഞ്ഞ ഒരുപാടായി. മോനെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ GHSS വെണ്ണല. മിക്സഡ് ആണോ? ഗേൾസ് ഉണ്ടോ? നീ പറഞ്ഞ കാര്യങ്ങളോടൊന്നും ഞാൻ യോജിക്കുന്നില്ലെങ്കിലും നിന്റെ എഫേർട്ട് അടിപൊളിയായിരുന്നു. ആദിദേവനെ നിങ്ങൾ അങ്ങനെ സംശയിക്കരുത്. പറഞ്ഞല്ലോ അവന്റെയാണ് സ്ക്രിപ്റ്റ്. പിന്നെ നമ്മള് ശരിയാണെങ്കിൽ എന്നൊക്കെ പറയണ്ട. അവന്റെ ഒരു അതിന്റെ പുറകിലൊരു പ്രയത്നമുണ്ട്. അത് വളരെ ഭംഗിയുമായിരുന്നു, നന്നായിട്ട് അവതരിപ്പിക്കുകയും. അങ്ങനല്ല അതിനകത്ത് നമുക്ക് സംശയിക്കാനുള്ള അവകാശമുണ്ട് ഞങ്ങളുടെ ഭാഗത്ത്. തീർച്ചയായിട്ടും അതൊരു അനുഭവസ്ഥൻ എഴുതുന്ന പോലേക്ക് ഇവൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇവൻ തന്നെയാന്നൊക്കെ പറഞ്ഞാലും അതിനകത്തുണ്ട്. ബേബി സാർ അങ്ങനെ അങ്ങ് പറയല്ലേ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, എല്ലാം അനുഭവിച്ചിട്ടല്ലോ. അല്ല ബേബി സാർ എപ്പോഴെങ്കിലും മാഡത്തിനെ പൊന്നെ കരളെ അങ്ങനെയൊക്കെ ആ 3 മന്ത്രങ്ങൾ അവൻ പറഞ്ഞ 3 മന്ത്രങ്ങൾ ഇവിടെ പ്രയോഗിക്കാറുണ്ടോ? ആ മന്ത്രമല്ലാതെ എനിക്ക് വേറെ ഇഷ്ടംപോലെ മന്ത്രങ്ങളുണ്ട്. പൊതുവേദിയിൽ ഇങ്ങനെ പറയാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. അങ്ങനെ ഓക്കെ. ഗേൾഫ്രണ്ട് ഉണ്ടോ? ഇല്ല. ഭാവിയിൽ പ്രണയിക്കാൻ ആഗ്രഹമുണ്ടോ? വന്നാ തിരിച്ചു ഇങ്ങോട്ട് വന്നാ ഡിമാൻഡ് ഉണ്ടോന്നേ? ഞാൻ ഡിമാൻഡ് ഉണ്ട്. ഇതെന്നെ ഇത് ഞാനൊരു കാര്യം പറയട്ടെ, അതെന്തിനാ അങ്ങോട്ട് വന്ന അല്ലെങ്കിൽ വേണ്ട വിഷയത്തിൽ നിന്ന് തെന്നി മാറും. ഇല്ല പറ കാര്യം പറ. ഇവൻ മൊത്തത്തിൽ ഒരു സ്ത്രീ വിരോധിയാണ് ചേച്ചി. അപ്പൊ ആദി, എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിടാ നിന്നെ. മൊത്തത്തിൽ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. നീ എന്റെ അനിയനായിട്ട് അങ്ങനെ വേറണമായിരുന്നു എന്റെ വീട്ടില്. നല്ല രസം ഉണ്ടായിരുന്നു. സോ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു. എന്താന്നറിയില്ല, കൊറേ നേരമായി പെയിൻ വരും പോവും. ഇതിനും മാത്രം പ്ലെയിൻ വന്നു പോകാൻ നെടുമ്പാശ്ശേരി. സാറേ, സ്കാനിങ് റിപ്പോർട്ട് അനുസരിച്ച് ചിലപ്പോ മേഡത്തിന് സിസേറിയൻ വേണ്ടി വരും. ഇങ്ങനെങ്ങാനും വന്നാ
2 കുപ്പി ബ്ലഡ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കേണ്ടി വരും. 2 കുപ്പി ബ്ലഡിന്റെ കാര്യമില്ല. 2 കുപ്പി ബ്ലഡ് നമ്മൾ നേരത്തെ അറേഞ്ച് ചെയ്ത് വെക്കണം. ഇപ്പൊ ആരാണ് നല്ല ബ്ലഡ് ആയിരിക്കും വേണേ. അതെ ഇവിടെ ആങ്കർ അമൃതയുടെ ബ്ലഡ് ചോദിച്ചാലാ? അതൊന്നും വേണ്ട. അപ്പൊ ഞാൻ അല്ലെങ്കിൽ തന്നെ ബ്ലഡ് ഒന്നുമില്ല. ആണോ? അതുപോലെ ഉള്ള ബ്ലഡ് ഒക്കെ ഈ മാനേജർ ഊറ്റി കുടിച്ചോണ്ടിരിക്കണായിട്ട് ചേട്ടാ നമ്മുടെ കൊച്ചിനെ നല്ല ബുദ്ധിയുള്ള ആരുടെയെങ്കിലും ബ്ലഡ് വേണം കേട്ടോ. അതല്ല ബുദ്ധിയുള്ള ഒരാളുടെ ഷെറിപ്പുണ്ടല്ലോ. ഷെറി പരിചയത്തിൽ വല്ല ബുദ്ധിയുള്ള ആൾക്കാരുണ്ടോ? നോക്കാമത് കിട്ടുമായിരിക്കും. ഞാനേ ഇവരെ ഐസക് ന്യൂട്ടനൊക്കെ ജീവിച്ചിരിക്കണമെങ്കിൽ പുള്ളിയുടെ ബ്ലഡ് മേടിക്കാൻ. അതിപ്പോ എന്ത് ചെയ്യില്ലല്ലോ. അല്ല നിങ്ങൾ ഇങ്ങനെ ബ്ലഡിന്റെ കാര്യം ഓർത്തൊന്നും ബുദ്ധിമുട്ടണ്ട. നമുക്ക് ആവശ്യമുള്ള ബ്ലഡ് ബാങ്കിൽ നിന്ന് എടുത്താൽ പോരെ, തിരിച്ചടച്ചാ പോരെ. ഈ ബാങ്കിൽ പോക്കെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഞാനിപ്പോ ഓൺലൈൻ ബാങ്കിങ് ഒക്കെയാണ് നടത്തണം. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. OXL നിന്ന് എടുക്കാം. ഈ OXL നിന്ന് എടുത്താൽ നമുക്ക് പഴയത് ബ്ലഡ് കിട്ടുള്ളൂ. പുതിയതൊന്നും അല്ലല്ലോ, 10 കൊല്ലത്തെ പഴക്കല്ലേ. അത് മതി. അതെ ആ തലവേദന ഞാൻ എടുത്തോളാം. തന്റെ തലവേദന എടുക്കുന്ന കാര്യമല്ല, നിങ്ങളുടെ പ്രസവവേദന എടുക്കുന്ന കാര്യം പറഞ്ഞു. അല്ലാതെ ഈ ബ്ലഡില്ലേ, ബ്ലഡിന്റെ ആ തലവേദന ഞാൻ എടുത്തോളാം, സംഘടിപ്പിച്ചോളാം. ബ്ലഡിനുള്ള ആളെ ഞാൻ അറേഞ്ച് ചെയ്തോളാം. മൈ ജി ഫ്യൂച്ചർ ഫൺ ബേബി ഫണ്ണിൽ ഇനി അടുത്തതായിട്ട് വരാൻ ഒരു കൊച്ചാളാണ് കേട്ടോ. നമുക്ക് വിളിക്കാം അൽക്ക. അൽക്ക എന്ത് നല്ല ക്യൂട്ട് നെയിം അല്ലേ അൽക്ക. ഏട്ടാ ഇതിനു മുമ്പ് അൽക്ക എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. പിന്നല്ലേ പിന്നെ നീ ഇപ്പൊ അൽക്കാന്നല്ലേ വിളിച്ചത്? മോളെ ആരാ ഈ പേരിട്ടത്? എവിടുന്നാ വരുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? അമ്മ പേരിട്ടു. എന്റെ പേര് അൽക്ക. വരുന്നത് പാലക്കാട് മലമ്പുഴയിൽ. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നോണ്ടൊരു ചോദ്യം. അച്ഛൻ, അമ്മ, ഞാൻ. അച്ഛൻ ആർമിയിലാണ്, അതുകൊണ്ട് ഇപ്പൊ ലീവില് വന്നിട്ടില്ല. ലീവിന് വന്നിട്ടില്ല. അച്ഛൻ ആർമിയിലാണ്, അതുകൊണ്ട് ഇപ്പൊ ലീവിന് വന്നിട്ടില്ല. അമ്മ ലീവിന് വന്നോ? അമ്മ ലീവിന് വന്നോ? ഹൗസ് വൈഫാണ്. അമ്മയ്ക്ക് ലീവേ ഇല്ല. ലീവില്ല. അല്ലെങ്കിൽ സഹോദരനുണ്ടോ? വേറെ ആരാ ഉള്ളത് വീട്ടില്? ഞാൻ മോൾ ഒറ്റ ഒരാളാണോ? ഒറ്റ മോളോ? അൽക്ക ഒരു ഉൽക്കയുടെ അത്ര. എത്ര പഠിക്കുന്നേ? 6th. 6ാം ക്ലാസ്സിൽ. പക്ഷെ കണ്ട് അതിന്റെ ഒരു പവർ ഇല്ലല്ലോ. ഒന്നും കഴിക്കത്തില്ലയോ? അതിപ്പോ പെർഫോമൻസ് കണ്ടോണം. പെർഫോമൻസിലാണ് അതാണ് ശരിയാണ്. നെത്തോലി ചെറിയ മീനല്ല. ആൽക്ക സ്കൂളില് കലാപരിപാടികളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഏതിലൊക്കെയാണ്? ഈ കലോത്സവത്തിന് മോണായിട്ട് ചെയ്യണം, പിന്നെ കഥാപ്രസംഗം ചെയ്യണ്ട്, ഫോക്ക് ഡാൻസ് ചെയ്യണ്ട്. ഡാൻസ് പഠിക്കണ്ടോ? ക്ലാസിക്കൽ അല്ല, പിന്നെ വെസ്റ്റേൺ. അടിപൊളി. അപ്പൊ ഫോക്ക് ഡാൻസ് എങ്ങനെയാ? പഠിച്ചിട്ടല്ല കളിക്കണേ? അത് മാത്രം പഠിപ്പിക്കും. അത് മാത്രം പഠിക്കും. എന്തല്ലേ ഫോക്ക് ഡാൻസ്, വെസ്റ്റേൺ ഡാൻസ്, അതിന്റെ കൂട്ടത്തിൽ സ്റ്റാൻഡപ്പ് കോമഡി, മോണോ ആക്ട്, ഇത്രയും എല്ലാം ഉണ്ട്. മോളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഒരു പേര് ലക്ഷ്മി എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഇല്ലേ മോൾക്ക്? ശ്രീലക്ഷ്മി ഇല്ല, വെറുതെ ഇട്ട് നോക്കിയത്. ഒരു പേര് പറഞ്ഞു കിട്ടും നോക്കട്ടെ. മഞ്ജു അവളുടെ പേര് അൽക്ക. അൽക്ക ആ റേഞ്ചിൽ. എന്നാ അവളുടെ കൂട്ടുകാരിക്കുള്ളൊരു പേര് പറ. ഐഷ, ദിവ്യ, ഇല്ല സാർ. ഐശ്വര്യ, റിയ, ഡിംപിൾ. ഡിംപിൾ മോനെ വീടിനടുത്ത് അമ്മു എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? അമ്മ ഒരുപാടുണ്ട്. കാരണം എന്റെ പേര് അമ്മൂന്നാ. അമ്മു ഇല്ലാത്ത പഞ്ചായത്തില്ല, എല്ലായിടത്തും ഉണ്ട്. അമ്മു ഉണ്ട്, ആമ്പിള്ളേരുടെ ഒരു അപ്പൂസും ഉണ്ട്. അപ്പൂസും ഉണ്ട്, അമ്മു എല്ലാ പഞ്ചായത്തിലും എല്ലായിടത്തും ഉണ്ടാവും. എനിക്ക് ഇഷ്ടപ്പെട്ടു മോനെ. അപ്പൊ പേടിയുണ്ടോ? ഇല്ല, ഒട്ടുമില്ല. അപ്പൊ പിന്നെ അടിച്ചു വിളിക്ക്. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ. വണക്കം 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 മക്കളെ വണക്കം. ഞാൻ അൽക്ക. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സൈഡിനെ പറ്റിയാണ്. തലയിൽ കുത്തുന്ന സ്ലൈഡല്ല, സൈഡാണ്. രമേശേട്ടാ, ഞാൻ പാലക്കാട് സൈഡിൽ നിന്നാണ് വരുന്നത്. ആണോ? പാലക്കാട് ഇവിടെ നല്ല കച്ചവടമാണ്. ഓ, പാലക്കാട് എവിടെയാണ്? മലമ്പുഴയിലാണ്. മലമ്പുഴ യക്ഷിക്ക് സുഖാണോ? അറിയില്ല, എന്നാ പറ. ഈ സൈഡിന് എന്ത് പ്രസക്തി ഉണ്ടെന്ന് ചോദിച്ച് നിങ്ങൾ എന്നെ സൈഡാക്കരുത്. സൈഡിന് ഒരുപാട് പ്രസക്തി ഉണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ മലയാളികൾ ഒരു ബസ്സിൽ കയറിയാൽ ആദ്യം നോക്കുന്നത് എന്താ?
സൈഡ് സീറ്റ് ഉണ്ടോന്നാണ്. പക്ഷേ അതേ ബസ്സിൽ കുറച്ച് ഉന്തം തള്ളം ഉണ്ടായാൽ ആ കണ്ടക്ടർ വന്ന് പറയും, ഇതെന്താ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ, കുറച്ച് സൈഡിലോട്ട് നീങ്ങി നിൽക്കാൻ. പോരാത്തേനെ ഇന്ന് ഞാനും അമ്മയും കൂടി എറണാകുളത്ത് വന്ന് ഒരു ഹോട്ടലിൽ ഊണ് കഴിക്കായിരുന്നു. അപ്പൊ ആ സൈഡിലിരിക്കുന്ന ചേട്ടൻ പറയാ സൈഡ് എന്ന്. ഇത് കേട്ടെന്റെ അമ്മ ഭിത്തിയും തുറന്ന് അപ്പുറത്തേക്ക് നീങ്ങാൻ ശ്രമിച്ചു. അപ്പോഴാ ആ ചേട്ടൻ പറയുന്നത്, ഇത് ആ സൈഡല്ല, ഊണിന്റെ സൈഡാണ് എന്ന്. അപ്പോഴാ ഞാൻ അറിയുന്നേ ഈ ഊണിന്റെ വേറെ സൈഡ് ഉണ്ടല്ലോ എന്ന്. അതാ ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, ഈ സൈഡിനെ മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവില്ല. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പോ അച്ഛനും അമ്മയും നല്ല വഴക്ക്. ഇതിനിടയിൽപ്പെട്ട എന്നോട് അച്ഛൻ ചോദിച്ചു, മോളെ ഞാൻ അച്ഛന്റെ സൈഡ് നിക്കില്ലേ? അമ്മ ചോദിച്ചു, മോളെ ഞാൻ അമ്മയുടെ സൈഡ് നിക്കില്ലേ? ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നിന്ന് പകച്ചുപോയി എന്റെ ബാല്യം. അമ്മയുടെ സൈഡ് നിന്നാലേ ചോറ് കിട്ടും എന്നുള്ളതുകൊണ്ട് ഞാൻ അമ്മയുടെ സൈഡ് നിന്നു. പക്ഷേ ഇപ്പൊ രണ്ടുപേരും എന്നെ സൈഡാക്കിയിട്ട് അവരങ്ങ് ഒന്നായി. അല്ലേലും എല്ലാ കുടുംബത്തിലും അങ്ങനെയാണല്ലോ. എനിക്കൊരു മാമനുണ്ട്, പുള്ളിയും ഈ സൈഡ് സീറ്റിന്റെ ആളാ. ഒരു കാറിൽ കയറിയ ഒന്നല്ലെങ്കിൽ ഡ്രൈവർ സീറ്റ് അല്ലെങ്കിൽ സൈഡ് സീറ്റ്. മാമ ഇടയ്ക്ക് വെച്ചൊന്ന് ഗൾഫിൽ പോയായിരുന്നു, ഇപ്പൊ ഗൾഫിലെ ജയിലാണ്. എന്താ കാരണം? മാമന് ഒരേ നിർബന്ധം, മാമ കയറിയ ഫ്ലൈറ്റില് ഒന്നില്ലെങ്കിൽ പൈലറ്റ് ഇരിക്കുന്നിടത്ത് മാമൻ ഇരിക്കണം, അല്ലെങ്കിലോ കോപ്പൈലറ്റ് ഇരിക്കുന്നിടത്ത് മാമൻ ഇരിക്കണമെന്ന്. അതുകൊണ്ട് ഇപ്പൊ എന്താ, ജയിലിൽ സൈഡ് വിൻഡോയെ നോക്കി ഒറ്റ നിൽപ്പ. അത് പോട്ടെ, ഇതൊക്കെ കേട്ട് നിങ്ങൾ എന്റെ അപ്പൂപ്പന്റെ കാര്യം കൂടി ഒന്ന് കേൾക്കണം. അപ്പൂപ്പനെ ഏതൊരു വണ്ടി ഒതുക്കിയിരുന്നത് കണ്ടാലും അപ്പൂപ്പന് ഓടിപ്പോയി സൈഡ് പറയണം. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ ഒരു ഹെലികോപ്റ്റർ താഴ്ന്നു വരുന്നത് കണ്ടതും അപ്പൂപ്പൻ സൈഡ് പറയാനായിട്ട് ഓടിപ്പോയതാ. ഇപ്പൊ സൈലന്റ് വാലിയിലെ ഏതോ ഒരു സൈഡിൽ അപ്പൂപ്പൻ ഉണ്ടെന്ന അറിവ്. അപ്പോ അതുപോലെ തന്നെ എന്റെ കുഞ്ഞമ്മയുടെ ഒരു മോനുണ്ട്, അരുൺ. കോളേജിലാണ് പഠിക്കുന്നത്. വിദ്യാഭ്യാസത്തിന്റെ ചെലവ് കൂടി വന്നപ്പോ കുഞ്ഞമ്മ പറഞ്ഞു, മോനെ നീ പഠിത്തത്തിന്റെ കൂടെ സൈഡായിട്ട് എന്തെങ്കിലും കൂടി നോക്കാൻ. ഇത് കേൾക്കേണ്ട താമസം വൈകിട്ടായപ്പോ ചേട്ടൻ സൈഡായിട്ട് നോക്കിക്കൊണ്ടിരുന്ന സൈഡ എന്ന് പറയുന്ന പെങ്കൊച്ചിനെ വിളിച്ചു വന്ന് വീട്ടിൽ വന്ന് കേറി. ഇത് കണ്ടു നിന്ന കുഞ്ഞമ്മയും കൊച്ചനും അറ്റാക്ക് വന്ന് ഒരു സൈഡും തളർന്ന് ഒരേ കിടപ്പ. ഇത്രയൊക്കെ പറഞ്ഞപ്പോ അമ്മനെ വെറുതെ വിടുന്നത് ശരിയല്ലല്ലോ. പ്രഷറും ഷുഗറും ഇതിന്റെയൊക്കെ ഗുളിക കഴിക്കുന്ന ഒരാളാണ് എൻ്റെ അമ്മ. എപ്പോ വേണമെങ്കിലും മയങ്ങി വീഴാം. സോറി അമ്മ, അമ്മയുടെ പ്രായം പുറത്തിറങ്ങതിൽ അമ്മക്ക് ചമ്മലുണ്ടേ. അപ്പോ അമ്മ ഈ ഗുളികകളൊക്കെ സൈഡ് ഒടിച്ചു കളഞ്ഞിട്ട് ഒരു സൈഡിൽ പോയി ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്തിനാ അമ്മ ഇങ്ങനെ കഴിക്കുന്നതെന്ന്. അപ്പൊ അമ്മ പറയാ, മോളെ ഈ ഗുളികക്കൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ട് എന്ന്. അപ്പോ ഈ സൈഡ് എഫക്റ്റ് ഉള്ള ഗുളികയും കൊണ്ട് ഒരു സൈഡിൽ പോയി ഇരുന്ന് കഴിക്കുന്നതിന്റെ അമ്മയെ ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്ന കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ എന്നും എപ്പോഴും എന്റെ തോളിൽ ഞാൻ കൂടെ കൊണ്ട് നടക്കുന്ന ഒരാളുണ്ട്. അത് വേദാളല്ല കേട്ടോ, അതെന്റെ ബാഗാണ്. സ്കൂളിലെ ബുക്കും ചോറും പിന്നെ എന്റെ കുറെ അലവലായ സാധനങ്ങൾ ചേർന്നാൽ അത് എടുത്തു പോക്കാൻ ഒരു ചുമട്ട് തൊഴിലാളികളെ കൂടി വിളിക്കേണ്ടി വരും. അത്രയ്ക്ക് വേറ്റാ. അതുകൊണ്ട് ഞാൻ ആ ബാഗിനെ ജാലിയൻ വാല ബാഗ് എന്നാണ് വിളിക്കുന്നത്. പക്ഷെ അവിടെയും എന്റെ അമ്മയ്ക്ക് ഇഷ്ടം എന്റെ ബാഗിന്റെ സൈഡ് ഉറയാണ്. ഇപ്പൊ അവിടെ ഒരു പെന്ന് വെച്ചിട്ടെങ്കിൽ അമ്മ പറയും, മോളെ ഞാൻ ആ ബാഗിന്റെ സൈഡ് ഉറയിലെ പെന്ന് വെച്ചിട്ടുണ്ട് അടുക്കാന്ന്. ബാഗിന്റെ സൈഡ് ഉറയിൽ പോലും ക്ലാസിഫിക്കേഷൻ നടത്തുന്ന ഒരാളാണ് എൻ്റെ അമ്മ. ഈ പറയണ ഞാനോ ഷൂട്ടിന് വന്നപ്പോ റൂമില് മീനുപ്രിയ ചേച്ചിയില്ലേ, മറ്റു അഡ്വക്കേറ്റ്, ആ ചേച്ചിനെ വരെ ഞാൻ ചവിട്ടി സൈഡാക്കി. എന്തിനെ? മമ്മൂക്കയുടെ കാറിന്റെ സൈഡിൽ പോലും എപ്പോഴും കാണുന്ന ഒരാളാണ് നമ്മളെ രമേശ് ചേട്ടൻ അല്ലേ. ഇത്രയൊക്കെ സൈഡ് പറഞ്ഞുകൊണ്ട് എന്റെ സ്റ്റാൻഡപ്പിന് നിങ്ങൾ സൈഡാക്കരുത് എന്ന അപേക്ഷയിൽ ഞാൻ സൈഡിലോട്ട് മാറി നിൽക്കുന്നു. നന്ദി, നമസ്കാരം. അൽക്കുട്ടി എന്ത് രസമായിട്ട് പെർഫോം ചെയ്തേ. താങ്ക് യു. അയ്യോ, എനിക്ക് കണ്ടിട്ടേ ഞാൻ ഒന്നും പറയുന്നില്ല. ഇതിൽ ആരെയാണ് ആദ്യം, ആരെ വിളിക്കണം? അതെ, ആൽക്ക സൈഡിനെ പറ്റിയാണ് പറഞ്ഞത്. ഏത് സൈഡിൽ നിന്ന് ജഡ്ജ്മെന്റ് തുടങ്ങണം എന്ന് ആൽക്ക പറഞ്ഞു. അതെ, ആരാ? പാലക്കാട് തുടങ്ങാം. അൽക്ക, ഞങ്ങൾ ഈ സൈഡിലേക്ക് കിട്ടോ? അതെ, ഇതിലുണ്ട് ബോസിനെ. ബേബി സാറിനെ മറക്കല്ലേ കേട്ടാ, ബേബി സാർ മെയിൻ ആളാണ്. വലിയ ആളാ അത്. ബേബി സാറിന് കാശിന്റെ ഹുങ്ക മോളെ. നമ്മൾ തമ്മിലുള്ള പാലക്കാട് സൗഹൃദം മനസ്സിലാക്കാനുള്ള മനസ്ഥിതി ബേബി സാറിനില്ല. ബേബി സാറെ ഞാൻ പറഞ്ഞോട്ടെ സാറേ, പാവല്ലേ ചേട്ടാ. അതെ
ഒന്നാമത്തെ കാര്യം ബേബി സാർ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് കണ്ണു കണ്ടോന്ന് സംശയമുണ്ട് ബേബി സാറിന്. അപ്പൊ അൽക്കെ സൈഡിൽ നിന്നൊരു വിഷയത്തിൽ പിടിച്ചിട്ട് നല്ല രസമായിട്ട് കുറേ തമാശകൾ പറഞ്ഞു. ചില ആൾക്കാർ ഒരു വിഷയത്തിൽ പിടിച്ചാലും കുറച്ച് കഴിയുമ്പം ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് അതിനെക്കുറിച്ച് ഓർമ്മ വന്നതെന്നൊക്കെ പറഞ്ഞ് വേറെ വഴിക്കൊക്കെ പോകേണ്ടി വരും. എല്ലാ പറഞ്ഞ തമാശകളിലും സൈഡ് ഒരു വിഷയമായിരുന്നു. ആ സൈഡിനെ പറ്റി പലതും പറഞ്ഞു. വണ്ടി മാറ്റിയിടുന്നതിനെ പറ്റിയുള്ള സൈഡിന്റെ കഥകളൊക്കെ പറഞ്ഞു. ഈ പരിപാടിയുടെ സംവിധാനമുള്ള ഹരി ഞാനും കൂടെ എറണാകുളത്ത് IMA ഹാളിൽ ഒരു സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് വേണ്ടി പോവാണ്. അപ്പം കുറെ കാറുകൾ കുറെ നടീനടന്മാരൊക്കെ വരുന്നുണ്ട്. ഞങ്ങളുടെ വണ്ടി അവിടെ എത്തിയപ്പോൾ തന്നെ വണ്ടികൾ ഇങ്ങനെ നിരത്തി പാർക്ക് ചെയ്തെടുത്തുനിന്ന് ഒരു കാർ ഇങ്ങനെ ജസ്റ്റ് അവിടെ ഇവിടെ ഇല്ലാണ്ട് നിൽക്കുന്നത് കണ്ട ഉടനെ ഒരു നല്ലൊരു ഫേമസ് ആയിട്ടുള്ള നടിയാണ് തന്നെത്താൻ ആ കാർ ഓടിച്ചുകൊണ്ട് വന്നത്. ഇതിന്റെ സംവിധായകൻ ഹരി ഇത് തന്നെ അവരെ ഇംപ്രസ് ചെയ്യാനുള്ളൊരു നല്ല അവസരം എന്ന് മനസ്സിലാക്കി ഓടിപ്പോയിട്ട് സൈഡ് പറയാൻ തുടങ്ങി. ബാക്കിലോട്ട് കയറ്റി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് പറയുന്നു, സൈഡ് പറയുന്നു, പിന്നെ ഫ്രണ്ടിൽ പോയി നിന്ന് ഇങ്ങനെ കാണിക്കുന്നു, അങ്ങനെ കാണിക്കുന്നു, ഓടി പുറകിൽ പോകുന്നു. എന്തായാലും പാർക്കിംഗ് നടക്കുന്നില്ല, ആകെ കൺഫ്യൂഷൻ. ഒരു 2 മിനിറ്റിന് ശേഷം ഈ നടി ചില്ല് തത്തിയിട്ട് പറയാ, സർ ഞാൻ വണ്ടി പാർക്ക് ചെയ്യല്ല, ഇവിടുന്ന് എടുത്തോണ്ട് പോവാണ്, ദൈവത്തോർത്ത് ഉപദ്രവിക്കാണ്ട് ഞാൻ പോകോളാണ്. ചേട്ടാ എന്ത് മോളെ കേൾക്കാം? നന്നായിരുന്നു മോളെ, നന്നായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് ഒക്കെ ആരാണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഒക്കെ എഴുതി തന്നാണ് അല്ലേ? ഓക്കെ, മോള് നന്നായിട്ട് പഠിച്ചിട്ട് നന്നായിട്ട് അത് പ്രസന്റ് ചെയ്തു. അങ്ങനെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി എലിജിബിൾ ആവാനുണ്ടെന്ന് തോന്നുന്നു സംസാരമേ. എനിക്കൊന്ന് പാലക്കാട് ലാംഗ്വേജ്, അതെ പാലക്കാടിന്റെ ആ ഒരു സ്ലാങ് വരുന്നതുകൊണ്ടാവാം ചില കാര്യങ്ങൾ കുറച്ച് ക്ലിയർ ആവാൻ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നുന്നത്. മനസ്സിലായില്ല എന്നല്ല പറയുന്നത്, ചെറുതായിട്ട് മനസ്സിലാവാൻ വേണ്ടി ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട്, ഒരു സ്ട്രെയിൻ നമുക്ക് ഫീൽ ചെയ്തു. അപ്പൊ നെക്സ്റ്റ് ടൈം വരുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് വേണം പ്രസന്റ് ചെയ്യാൻ കേട്ടോ. ബാക്കി എല്ലാം നന്നായിരുന്നു, നല്ല നല്ല കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു, എല്ലാം കണക്ട് ചെയ്തൊക്കെ രസമായിരുന്നു, എല്ലാം കൊണ്ട് നന്നായിരുന്നു കേട്ടോ മോളെ. ഓൾ ദി ബെസ്റ്റ്. ഇങ്ങനെയൊക്കെ പറയണം എന്ന് പഠിപ്പിച്ച ആരാ? ഭയങ്കര എക്സ്പ്രസ് ചെയ്താ പറഞ്ഞത്. സൈഡ് എന്നുള്ള ഒരു വിഷയം ആരാണ് പറഞ്ഞു തന്നത്? എഴുതി തരുന്ന ആളെ എഴുത്തുന്നാണ്. പേരെന്താ? ശരിക്കും വീട്ടിൽ അച്ഛനും അമ്മയും തല്ലു പിടിക്കുമ്പോ ആരുടെ സൈഡാ പിടിക്കാറ്? ആരുടെ സൈഡ് പോവില്ല. അവരവിടെ കിടന്ന് ഇടിച്ചു മരിക്കട്ടെന്നായിരിക്കും അല്ലേ? അങ്ങനെ വഴക്കിടാറുണ്ടോ അവര്? എപ്പോഴാ തന്നെ ലീവിൽ വന്ന അച്ഛൻ പറയും പാകിസ്ഥാനോ യുദ്ധം ചെയ്യുന്നത് നല്ലത്. അല്ല, എന്ത് വിഷയത്തിന് ഇവര് വഴക്കുണ്ടാവുന്നത്? കുറച്ച് കുശുമ്പും കുന്നായ്മയൊക്കെ കൊണ്ട് നന്നാലും തോന്നുന്നു. അത് മോളുടെ കാര്യം പറഞ്ഞിട്ടാണോ? മോള് നന്നായിട്ട് പഠിക്കുകയല്ലേ? ക്ലാസ്സിൽ ഫസ്റ്റ് അല്ലേ? പിന്നെ എന്ത് പ്രശ്നം പറഞ്ഞ അവര് പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, പിണങ്ങും. ഒരു പാലക്കാടൻ പാട്ട് പാടി തരാൻ പറ്റുമോ ഞങ്ങക്ക്? പാലക്കാട് പാട്ടാ? ആ, ഇതൊന്നും എനിക്കറിയില്ല. പാലക്കാടുള്ള പാട്ട് അറിയില്ല? മലമ്പുഴ ഡാമിൽ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്? കുറച്ചു പ്രാവശ്യം. തൊട്ടടുത്തല്ലേ, ഇടയ്ക്കിടയ്ക്ക് പോയി കണ്ടൂടെ മലമ്പുഴ ഡാം? കണ്ടു വെറുത്തു. അപ്പൊ മക്കളെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. പോയ കാര്യം എന്തായാലും നിന്നോട് പറയണത് ഞാൻ സാറിനോട് പറയും. സാറേ, ഞാൻ ബ്ലഡിന് വേണ്ടിയിട്ട് ബ്ലഡ് ബാങ്കിൽ പോയായിരുന്നു. അപ്പൊ അവര് ചോദിച്ചു ആർക്കാ ബ്ലഡ് വേണ്ടത്, അയാളുടെ പേര് പറയാൻ പറഞ്ഞു. എനിക്ക് കൊച്ചിന്റെ പേരറിയാമോ? ബ്ലഡ് പൊട്ടാ, കൊച്ചിനല്ല ബ്ലഡ് വേണ്ടത്, ആര്യക്കല്ലേ? അതങ്ങനെ ഓർത്തില്ല. പക്ഷെ എന്തായാലും നമുക്ക് കൊച്ചിനൊരു പേര് കണ്ടുവെക്കുന്നത് ഒരു ബുദ്ധിയാണ്. പേര് കണ്ടുപിടിക്കണം. കാരണം നല്ല നല്ല പേരുകളൊക്കെ ആൾക്കാർ കൊണ്ടുപോകല്ലെങ്കിൽ ഒരാൾക്കും ഇല്ലാത്തൊരു പേര് നമുക്ക് ഇടണം. ഈ ഭൂലോകത്തൊരാൾക്കും ഇല്ലാത്ത ഒന്നില്ലെങ്കിൽ രമേഷ് ഇടാം, അല്ലെങ്കിൽ സുമേഷ് ഇടാം. ഇതിന്റെ പൊന്നു ചേട്ടാ, മുക്കിനുണ്ട് രമേശ് നമുക്ക് നിങ്ങൾ രണ്ടുപേരെ പേര് തമ്മിലൊന്ന് പിടിച്ചാലോ? ആര്യ ബേബി. അപ്പൊ ബേബിയുടെ ബായു എടുത്തിട്ട് ആര്യയുടെ രായു കൂടെ കേട്ടിട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഭാര്യ അത് വേണ്ട, അത് വേണ്ട. കാര്യം ചെയ്യാം. ഇംഗ്ലീഷില് ആര്യയുടെ A ആണും എന്റെ പേരിന്റെ എലാസ്റ്റിക് അക്ഷരം BY ഇട്ടിട്ട് അറബി. ഒരു സാറേ വേറെ പേരുകൾ ആലോചിക്കണം. അങ്ങനത്തെ അല്ലാതെ വേറെ പേര് ആലോചിക്കണം. നല്ല പേരാലോചിക്കും. പഴയ കാലത്തെ പേരുകളാണ് ഇപ്പൊ ട്രെൻഡ്. അത് കറക്റ്റ്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തില്ലേ, സുധാകരൻ മുതലാളി ഞാൻ പിന്നെ നവോദയ അപ്പച്ചനൊന്നും പിടിക്കാറില്ല. ഭയങ്കര കൺഫ്യൂഷൻ. ഇതൊന്നും അല്ലെന്നേ, ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാ പിള്ളേർക്ക് നദികളുടെ പേരിടുന്നതാ. ഗംഗ, യമുന, കാവേരി,
അങ്ങനെയുള്ള പേരാണ്. അപ്പൊ ഇനി അത്രയും ദൂരത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്കൊരു പെരിയാർ ഭാരതപ്പുഴ പമ്പ നല്ല അതെ, ഞാൻ ഈ ബാങ്കിൽ ചെയ്തിട്ട് ബ്ലഡ് കിട്ടിയില്ലല്ലോ. അപ്പൊ ഞാൻ വേറെ ആളെ ബ്ലഡിന് വേണ്ടിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ വിളിച്ചോണ്ടിരിക്കുക. പുള്ളി ആള് പാവാ. ചോര എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോ തന്നെ പുള്ളിക്ക് ഭയങ്കര സന്തോഷം. വരാന്ന് പറഞ്ഞ് ചെറിയൊരു പേയ്മെന്റ് എന്തെങ്കിലും കൊടുക്കാലോ അല്ലേ? ചേട്ടൻ rich അല്ലേ, എന്ത് വേണം കൊടുക്കാം. കൊടുക്കാം. ആളൊന്ന് പുറത്തേക്ക് പോട്ടെ. വിളിച്ചോ. തമ്പിളിയാ കൊറേ വെയിറ്റിംഗ് ആയിരുന്നു ഇവിടെ. ആളാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബേബി സാറിന്റെ ഭാര്യയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതെന്തിനാ? അവിടെ നല്ല അളിയാ ചോര എടുക്കണ്ട. അവിടെ പറഞ്ഞു പരിപാടിയാ കഴിക്കാൻ. അത് ഇവിടെ ഉള്ളവരുടെ ബ്ലഡ് എടുക്കാനല്ല പറഞ്ഞത്. അതായത് നമ്മുടെ മാഡം ഇല്ലേ, മാഡത്തിനൊരു ഓപ്പറേഷൻ ഉണ്ട്. അപ്പൊ അതിന് 2 കുപ്പി ബ്ലഡ് വേണം. അത് അളിയന്റെ ശരീരത്തിൽ നിന്ന് എടുക്കാൻ വേണ്ടി വിളിപ്പിച്ചത്. ആ മൈജി ഫ്യൂച്ചർ ഫൺ ബേബി ഫണ്ണില് 2 പെർഫോമൻസ് കണ്ടിട്ട് എന്റെ കിളി ഇങ്ങനെ പാർന്നിരിക്കും. ആർക്കാണ് പ്രൈസ് കിട്ടാൻ പോകുന്നുള്ളത്. അതെന്താ നമ്മുടെ പിഷു ചേട്ടനെയും കലാഭവൻ ചേട്ടനെയും നമുക്ക് വേദിയിലോട്ട് വിളിച്ചിട്ട് ഷാജോൻ ചേട്ടാ. ഇന്നത്തെ 2 പെർഫോമേഴ്സിനെ നമുക്ക് വേദിയിലിട്ട് വിളിക്കാം. ആദിദേവ് ആൻഡ് അൽക്ക. ഇതിൽ ആരാണ് വിന്നർ എന്നറിയുന്നതിന് മുമ്പ് മൈജി ഫ്യൂച്ചർ മൈ ഇൻസ്പിറേഷണൽ സ്റ്റോറി. ഒരു അച്ഛനും 10-26 വയസ്സായ ഒരു മകനും കൂടെ ട്രെയിനിൽ ഇങ്ങനെ പോവാണ്. അപ്പോൾ 10-26 വയസ്സായ മകനും അച്ഛനും ട്രെയിനിൽ പോകുന്നു. ഈ മോള് സൈഡിന്റെ കഥ പറഞ്ഞ പോലെ സൈഡിൽ ജനലിന്റെ അടുത്ത് 10-26 വയസ്സായ മകൻ ഇരിക്കുന്നുണ്ട്. നേരെ എതിർവശത്ത് മറ്റൊരാൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ ട്രെയിൻ ഇങ്ങനെ പോയി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ 26 വയസ്സായ മകൻ ജനലിൽ കൂടെ നോക്കിയിട്ട് പറഞ്ഞു, അച്ഛാ അതേ മരങ്ങളൊക്കെ ഇങ്ങനെ പുറകിലേക്ക് പോകുന്നത് പോലെ തോന്നുന്നു, എന്ത് രസമാണ് എന്ന് പറഞ്ഞു. അപ്പൊ എതിരെയുള്ളവൻ നോക്കി, 10-26 വയസ്സുള്ള ആളാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും പുറത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, മേഘങ്ങള് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നു, നമ്മൾ പോകുമ്പോൾ മേഘവും ഈ സൂര്യനൊക്കെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ വരികയാണ്, എന്ത് രസമാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ 2-3 പ്രാവശ്യം പറഞ്ഞപ്പോ എതിരെ ഇരുന്ന ആള് പറഞ്ഞു, അതെ നിങ്ങളുടെ മകൻ 10-26 വയസ്സുണ്ട്, ഇവൻ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, നിങ്ങൾക്ക് ഇവനെ ഒന്ന് ആശുപത്രി കൊണ്ട് കാണിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ഈ മകന്റെ അച്ഛൻ പറഞ്ഞു, ആശുപത്രിയിൽ കൊണ്ട് കാണിച്ചിട്ട് ആശുപത്രിയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോകുന്ന യാത്രയാണിത്, ആണോ എന്ന് ചോദിച്ചു. അതെ, ഇവന് കണ്ണ് കാണില്ലായിരുന്നു, ഞങ്ങൾ ആശുപത്രിയിൽ അതിന്റെ ചികിത്സ കഴിഞ്ഞ് ഇവന് കാഴ്ച കിട്ടിയ ശേഷമുള്ള ഞങ്ങളുടെ ആദ്യത്തെ യാത്രയാണിത്. അതുകൊണ്ടാണ് ഇവന് ഈ ഓരോ കാഴ്ചകളും പുതുതായി കാണുന്നതും ഇത്രയധികം അത്ഭുതത്തോടെ അതിനെല്ലാം വീക്ഷിക്കുന്നതെന്ന്. അപ്പോ പലപ്പോഴും മറുവശത്ത് നിൽക്കുന്ന ഒരാൾ, അയാളുടെ അവസ്ഥ എന്താണ്, അയാൾ എന്തെല്ലാം കഴിഞ്ഞു വന്നതാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നതെന്നൊന്നും ചിന്തിക്കാതെ വളരെ ജഡ്ജ്മെന്റലായി നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് കല ചെയ്യുന്ന അല്ലെങ്കിൽ പൊതുവായ പരിപാടികൾ ചെയ്യുന്നവരാണ് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ വിധിക്കപ്പെടുന്നത്. അരങ്ങിലെത്താൻ ആഗ്രഹിക്കുന്നവർ, സിനിമയിലെത്താൻ ആഗ്രഹിക്കുന്നവർ, ഇങ്ങനെയുള്ളവരെല്ലാം നല്ല അഭിപ്രായങ്ങൾ, നല്ല കാര്യങ്ങളെല്ലാം എപ്പോഴും കേൾക്കുകയും അതിൽ നിന്ന് നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴും ഒരിക്കലും ആ അഭിപ്രായങ്ങൾ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുന്നതാകരുത് എന്ന് നമ്മൾ തന്നെ ഒരു വലിയ വിശ്വാസത്തോടെ പോകണം. നാളെ ഈ പ്രകടനങ്ങളെല്ലാം പൊതുവേദികളിൽ വരുമ്പോൾ അതിനെപ്പറ്റി ആളുകൾ പലതും പറയുമ്പോഴും അതിൽ നിന്ന് ഏറ്റവും നല്ലതുകൾ മാത്രം എടുത്തുകൊണ്ട് ഈ ഓരോ പ്രതിഭകൾക്കും മുന്നിലോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അപ്പോ ഇന്നത്തെ എപ്പിസോഡിന്റെ വിജയിയെ പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ 2 പേരും ഗംഭീരമായിട്ടാണ് 2 പേരും പെർഫോം ചെയ്തിട്ടുള്ളത്. കഠിനമാണ്, ഒരാളെ കണ്ടെത്തുന്നത് വളരെ കഠിനമാണ്, വളരെ കഠിനം. അമ്മു ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ആരെയാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്, ആരെയാണ് വിന്നറായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള കാര്യം വലിയ കൺഫ്യൂഷൻ തന്നെയാണ്. എങ്കിലും ഒരാളെ നമ്മൾ അത് അനൗൺസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഇന്നത്തെ ഈ എപ്പിസോഡിലെ 1ാം സമ്മാനം നേടിയിരിക്കുന്നത് ആദിദേവാണ്. കൺഗ്രാജുലേഷൻസ്.
രണ്ടാം സമ്മാനം നേടിയിട്ടുള്ളത് നമ്മുടെ അൽക്കക്കുട്ടിയാണ്. അയൽക്ക കുഞ്ഞാണ്. അയൽക്ക കുഞ്ഞ് വളരുമ്പോ ഫസ്റ്റ് മേടിച്ചോളും. പിന്നെ തീർച്ചയായിട്ടും.